നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി കോടികൾ ദുരൂഹ സാഹചര്യത്തിൽ പിൻവലിച്ച സംഭവത്തിൽ അന്വേഷണം CPMന്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവിലേക്കെന്ന ചില ഉന്നത കേന്ദ്രങ്ങൾ പറയുകയാണ്. മുഖ്യമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയതും അന്വേഷണ പരിധിയിലുണ്ടെന്ന ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാകുന്നു. അപ്രതീക്ഷിതമായാണ് CPMന്റെ ബാങ്ക് അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത്. ബാങ്കിൽ ഇന്നലെ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തിയിരുന്നു. പാർട്ടി നടത്തിയ ആദായനികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല. 1998 തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5,10,00,000 രൂപയാണ്. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത്. ഈ പണം ചെലവഴിക്കരുത് എന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും ഒളിപ്പിക്കുന്നില്ല എന്ന CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതികരിച്ചിരുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ട്. നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ. ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കരുവന്നൂർ ബാങ്ക് കേസിൽ ഇഡി ചോദ്യം ചെയ്ത CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിൽ നിന്നും ആദായ നികുതി വകുപ്പ് മൊഴി എടുത്തിരുന്നു. തൃശൂരിലെ CPM അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് തേടിയത്. കൊച്ചിയിലെ ED ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഇന്നലെ EDയുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഈ വേളയിലാണ് ED ഓഫീസിലെത്തി ആദായ നികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചത്. CPM പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട തൃശൂരിലെ 2 ദേശസാൽകൃത ബാങ്കിൽ IT വിഭാഗം ഇന്നലെ പരിശോധനയും നടത്തിയിരുന്നു. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു. CPM വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഓരോ വർഷവും സമർപ്പിക്കാറുണ്ട്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകളെല്ലാം ഇത്തരത്തിൽ സമർപ്പിക്കപ്പെടണമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നത്. തൃശൂരിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങളിൽ തെറ്റുകൾക്കെതിരെ ഉറച്ച നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പക തീർക്കുക എന്ന BJP സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നടപടി ഉണ്ടായിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് മുന്നിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഹാജരായത്. ആ ഘട്ടത്തിൽ ആദായ നികുതി ഉദ്യോഗസ്ഥരും അവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. മുൻകൂട്ടി യാതൊരു നോട്ടീസും നൽകാതെയും വിശദീകരണം ആവശ്യപ്പെടാതെയും ഇൻകം ടാക്സ് അധികൃതർ അക്കൗണ്ട് മരവിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങേയറ്റം തെറ്റായ നടപടിയാണ് ഇക്കാര്യത്തിൽ ആദായ നികുതി വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും CPM അറിയിച്ചു. പ്രതിപക്ഷ പാർട്ടികളെയും അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളെയും വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി ഇത്തരം നയങ്ങൾ തിരുത്താനുള്ള പോരാട്ടത്തിൽ അണിചേരണമെന്നും CPM ആവശ്യപ്പെട്ടു. എന്നാൽ കരുവന്നൂരിലെ പണം വിവിധ ബാങ്കുകളിൽ പാർട്ടി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ED കരുതുന്നത്. കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടയിലാണ് മാർച്ച് 3-ാം വാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ CPM ജില്ലാ ആസ്ഥാനത്ത് എത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ പാർട്ടി ഓഫീസിൽ എത്തി കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രഹസ്യമായി കണ്ടത്. ഡൽഹി മദ്യനയ കേസിൽ ശേഷം ED നടപടിയിലേക്ക് പോകുന്ന ഏറ്റവും വലിയ അഴിമതി കേസ് കരുവന്നൂർ സഹകരണ അഴിമതിയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ടാണ് ഇടപെട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിൽ എത്തിയതെന്ന് CPM വിശദീകരിച്ചു. പക്ഷേ എന്തിന്റെ പേരിലായാലും ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിണറായിയെ പോലൊരു നേതാവ് എത്തുന്നത് അസ്വാഭാവികത ഉള്ളതായി മാറി. കരുവന്നൂർ ആരോപണം നേരിടുന്ന MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുൻ മന്ത്രി AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവരെയാണ് മുഖ്യമന്ത്രി കണ്ടത്. ഇതിൽ വർഗീസും ബിജുവും ഇപ്പോൾ ED കൂട്ടിലാണ്. മൊയ്തീനും കണ്ണനും ഇതിനോടകം തന്നെ പലവട്ടം ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞു. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി ഇവർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലേക്ക് വരുന്ന വിവരം രാവിലെ 7-നാണ് ജില്ലാ കമ്മിറ്റികൾക്ക് ലഭിച്ചത്. കരുവന്നൂർ ഇടപാടിൽ ആരോപണ വിധേയരായ നേതാക്കൾ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും ഇതിനോടൊപ്പം തന്നെ വന്നു. 9:30 മണിയോടെയാണ് അദ്ദേഹം എത്തിയത്. 45 മിനിറ്റ് നേരം അദ്ദേഹം പാർട്ടി ഓഫീസിൽ തങ്ങി. എന്നാൽ പൊതുമേഖലാ ബാങ്കുകളിൽ ED പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി CPM നേതാക്കളും കരുതിയതേയില്ല.
അതായിരുന്നു കേന്ദ്രത്തിന്റെ സ്മാർട്ട് മൂവ് കരുവന്നൂർ കേസിൽ ഇഡി നടത്തിയത്. ഇലക്ഷനിടയിൽ തന്നെ ഇക്കാര്യം പൊലിപ്പിക്കാനാണ് പരിപാടി. ഗ്ലാമർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മത്സരിക്കുന്ന ജില്ലയിൽ ചുവടുറപ്പിക്കുന്നതിന് ഇതിലും വലിയൊരു മാർഗം മറ്റൊന്നില്ല എന്ന് BJP കരുതുന്നു. കരുവന്നൂരിൽ നിന്നും വെട്ടിയ കോടികൾ പാർട്ടി വിവിധ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ആദായനികുതി വകുപ്പ് പരിശോധിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ CPMന്റെ 25 രഹസ്യ അക്കൗണ്ടുകൾ വഴി 100 കോടിയോളം രൂപയുടെ രഹസ്യ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 100 കോടിയും തൃശൂർ ജില്ലയിലുള്ള പാവപ്പെട്ടവരുടെ പണമാണ്. തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി പാട്ടും പാടി ജയിക്കാനുള്ള കാരണങ്ങൾ ഉണ്ട് എന്ന് പലരും പറയുന്നു. കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കുന്നത് ED അല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. കരുവന്നൂരിന്റെ ഭാഗമായാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആദായനികുതി വകുപ്പ് എത്തിയത്. കരുവന്നൂരിൽ നിന്നും വെട്ടിയ കോടികൾ ഉപയോഗിച്ച് CPM വൻതോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി ED കണ്ടെത്തി. മുൻപ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന നിലവിലെ മന്ത്രി അടക്കമുള്ളവർ വ്യാജ ലോണുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതായി മൊഴിയുണ്ടെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചു. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജിയിലാണ് ED അന്വേഷണ പുരോഗതി അറിയിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അത്രയും നിയമവിരുദ്ധമാണ്. കള്ളപ്പണ ഇടപാടും വ്യാജ ലോണുകളും സ്വർണ്ണപ്പണയവും ഭൂമി ഇടപാടുകളും ഒക്കെ സകലതിലും കൃത്രിമമുണ്ട്. ബാങ്ക് നിയന്ത്രിച്ച CPM പ്രാദേശിക ഭരണസമിതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടന്നത്. പല ജീവനക്കാരെയും നോക്കുകുത്തികളാക്കിയാണ് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയത് എന്നും ED സത്യവാങ്മൂലത്തിൽ പറയുന്നു. CPMന്റെ കോടികളുടെ ഇടപാടുകളായി കരുവന്നൂർ ബാങ്ക് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു ഇത്. ഏരിയ കോൺഫറൻസ്, സുവനീർ അക്കൗണ്ട്, അതുപോലെ തന്നെ ബിൽഡ് ഫണ്ട് എന്നിവയുള്ള പേരിലായിരുന്നു കള്ളപ്പണ ഇടപാട് നടത്തിയത്. CPM അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നതിന് മാത്രമായി പ്രത്യേകം മിനിറ്റ്സ് ബുക്കും സൂക്ഷിച്ചിരുന്നു. 17 ഏരിയ കമ്മിറ്റികളുടേതായി 25 അക്കൗണ്ടുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. 100 കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിയത്. ഈ പണം ഉപയോഗിച്ച ഭൂമിയും സ്വത്തുക്കളും വാങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റ് ഏജൻസികളുടെയും പിടി വീഴാതിരിക്കാൻ ചില അക്കൗണ്ടുകൾ പിന്നീട് ക്ലോസ് ചെയ്തു. രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപവും സ്വത്തുക്കളും ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ മാപ്പുസാക്ഷിയായി മാറിയ സുനിൽകുമാറാണ് വ്യാജ ലോണുകൾ അനുവദിക്കാൻ ഇടപെട്ട നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയത്. നിലവിലെ മന്ത്രി P. രാജീവ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് മൊഴി. AC മൊയ്തീൻ, പാലോളി മുഹമ്മദ് കുട്ടി അടക്കം മുതിർന്ന നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയ ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെയും പേരുകളുടെ സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി വെളിപ്പെടുത്താത്ത സ്വത്തുക്കളും ഇടപാടുകളും ബാങ്ക് വഴി CPMന് ഉണ്ടായിരുന്നുവെന്നും ED അവകാശപ്പെടുന്നുണ്ട്.